മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാബുമാൻ അതേപോലെ തന്നെ ആദില നൂറ അനുമോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാബു ചേട്ടൻ പറയുന്നുണ്ട്, ഞാനിവിടെ കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ നല്ല കൂർക്കം വലിയാണെന്ന്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് വീട്ടിൽ കൂർക്കം വലിക്കുന്നത് നെവിനും അതേപോലെ തന്നെ ഷാനവാസിക്കാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ട് നെവിനോടും അതേപോലെ തന്നെ ഷാനവാസിക്കാരോടൊക്കെ പോയി പറയും. ഷാനവാസിക്ക് പിന്നെ ആ അറ്റത്തായം കൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ കിടക്കുന്നില്ല, ഞാൻ വല്ല മൂലയ്ക്കും പോയി കിടന്നോളാം സാബു പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയണ്ടേ, കുഴപ്പമില്ല, ഞങ്ങൾക്കിപ്പോൾ അതൊക്കെ ശീലമായി എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവസാനം ബുദ്ധിമുട്ടായി ശല്യമായി എന്നൊന്നും പറയാൻ നിൽക്കരുത്, കാരണം ഞാൻ 2 ആഴ്ച ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയണ്ടേ, അതൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ അതിലും നൂറയൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതൊക്കെ ഇപ്പോൾ ശീലമായെന്ന്. ഞങ്ങളുടെ സീസണിലും അങ്ങനെയായിരുന്നു, ഞങ്ങൾ തലേണയൊക്കെ വെച്ചിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ രാത്രി എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ ഷിയാസ് ഉണ്ട്, അവിടെ പോയി മാറി നിൽക്കുന്നു. കാരണം അവൻ വന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ പോയി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കിടന്നുറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയുന്നത്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലാണ് വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലാണോ, ഹോസ്പിറ്റലിൻ്റെ വാർഡിലാണെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്ത് കൂർക്കം വലി, ഒരു സ്ഥലത്ത് ചുമ, എല്ലാ ഒച്ചകളും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് വീട്ടിൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാം.